I am Ennemcien, Master Optics. A source of light S moves vertically up with constant velocity V along a line distant A, small letter A, behind a post of height h, small h. A man at the foot of the post observes shadow of the post of decreasing length, with the tip of the shadow approaching him Describe the nature of velocity of the tip of the shadow. ഇതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ കൂടെ ഫിഗർ കാണാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ ലൈനിൽ കൂടെ, ഇതാണ് പോസ്റ്റ് എ സി ഓഫ് ഹൈറ്റ് എച്ച്. ഇതിൽ നിന്ന് എ ബാക്കിലായിട്ട് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വെർട്ടിക്കൽ ലൈനിൽ ഇതിന് പാരലായിട്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു അപ്വേർഡ്. ഇതേതോ ഒരു സമയത്ത് എസ് എന്ന് പറയുന്ന പൊസിഷനിലാണെന്നിരിക്കട്ടെ, അറ്റ് ഹൈറ്റ് വൈ എബവ് ദിസ് ലെവൽ. അപ്പോൾ ഇത് വെച്ച് ഈ ലെവലിൽ നിന്നും വൈ അകലത്തിൽ ഏതോ ഒരു സമയത്ത് ടി ഈക്വൽ 0 ആകുമ്പോൾ സോഴ്സ് ഈ ലെവൽ ലോയിലാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ പോസ്റ്റിൻ്റെ ഷാഡോയുടെ ടിപ്പ് പിയിൽ വന്ന് മുട്ടും ഗ്രൗണ്ടിൽ. ഈ ഡിസ്റ്റൻസ് എക്സ് എന്നിരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഈ വൈ സോഴ്സിൻ്റെ വെലോസിറ്റി വി ആണ്, കോൺസ്റ്റൻറ്റ് സ്പീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടി സെക്കൻഡ് കൊണ്ട് ഇത് അസെൻഡ് ചെയ്ത ഈ ഹൈറ്റ് വൈ ഈക്വൽസ് വെലോസിറ്റി ഇൻറ്റു ടൈം, വൈ ഈക്വൽസ് വി ഇൻറ്റു ടി. വി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ഈ ഫിഗറിൽ നിന്നും ടാൻ തീറ്റ എടുത്താൽ എച്ച് ബൈ എക്സ് എന്ന് കിട്ടും. ഈ തീറ്റ തന്നെയായി സിയിൽ ഇവിടെ വരുന്നതും. അവിടെ നിന്നും ടാൻ തീറ്റ എടുത്താൽ വൈ ബൈ എ കിട്ടും. സോ എച്ച് ബൈ എക്സ് ഈക്വൽസ് വൈ ബൈ എ, ഫ്രം വിച്ച് എക്സ് ഈക്വൽസ് എ എച്ച് ബൈ വൈ, that is AH by V into T. ഇതിൽ എയും എച്ചും വിയും കോൺസ്റ്റൻസ് ആണ്. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് കെ ബൈ ടി എന്നെഴുതാം. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഷാഡോയുടെ ദൂരം ആ സമയത്ത് എക്സ് കോൺസ്റ്റൻ്റ് അല്ല, വേരിയബിളാണ്. ഈ വൈ കൂടും തോറും ഇത് എക്സ് കുറയും. അപ്പോൾ ടിപ്പ് ഓഫ് ദി ഷാഡോ പോസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക വിത്ത് വെലോസിറ്റി. അപ്പോൾ ആ വെലോസിറ്റി കാണാൻ ഒരു ആവറേജ് സെൻസ് എടുക്കുകയാണെങ്കിൽ എക്സ് ബൈ ടി എടുത്താൽ മതി, ഇപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഇവിടെ കെ ബൈ ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഷാഡോയുടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ഇവിടെ ടി സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ടി കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറയും. അപ്പോൾ ഷാഡോയുടെ വെലോസിറ്റി, ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഈ സോഴ്സ് അപ്വേർഡായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഷാഡോയുടെ നീളം കുറഞ്ഞു വരും, പക്ഷേ അതിൻ്റെ വെലോസിറ്റി കുറയും. ഇനി ഇവിടെ പൊസിഷനും ഈ ഷാഡോയുടെ ടിപ്പിൻ്റെ ഡിസ്റ്റൻസും ടൈമും കൂടെയുള്ള റിലേഷൻ എക്സ് ഇൻറ്റു ടി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. രണ്ട് വേരിയബിളിൻ്റെ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് എന്ന് കിട്ടിയാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ ഹൈപ്പർബോള.
ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ ടിയും വെർട്ടിക്കൽ ആക്സിസിൽ കൂടെ എക്സും പ്ലോട്ട് ചെയ്താൽ വിൽ ഗെറ്റ് എ ഹൈപ്പർബോള. ഈ ഹൈപ്പർബോളയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ല, കാരണം സ്ലോപ്പ് പല പോയിൻ്റിൽ പലതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്കഷൻ. അതേത് രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. എൻട്രൻസിനൊക്കെ ഈ ടൈപ്പ് പ്രധാനപ്പെട്ടാണ്. ഇത് സംഗതികൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക, സന്ദർഭമനുസരിച്ച് കൈകാര്യം ചെയ്യുക. Another one. A man walks past a street lamp post with a constant speed. How do you describe the motion of the edge of the shadow of the man's head over the ground with respect to the foot of the lamp post? ഇതിപ്പോൾ ലാമ്പ് പോസ്റ്റ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ബൾബ് ലാമ്പ്, അതിൻ്റെ ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് എന്നിരിക്കട്ടെ. ഇവിടെ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് നടന്നു പോവുക. അയാൾ ഏതോ ഒരു സമയത്ത് ഈ പൊസിഷനിലാണ്. അയാളുടെ ഹൈറ്റ് എച്ച്. അപ്പോൾ അയാളുടെ ഷാഡോ ഗ്രൗണ്ടിൽ വീഴും. അയാളുടെ ഹെഡിൻ്റെ എഡ്ജിൻ്റെ ഷാഡോ ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. മുമ്പേ എടുത്തപോലെ ഈ ഡിസ്റ്റൻസ് എക്സ് എന്നിരിക്കട്ടെ. ഏതോ ഒരു സമയത്ത് അയാൾ അകന്നകന്ന് നടന്നു പോവുക. ഏതോ ഒരു സമയത്ത് അയാളുടെ പൊസിഷൻ എക്സ്. അപ്പോൾ അയാളുടെ ഷാഡോയുടെ ടിപ്പിൻ്റെ പൊസിഷൻ വൈ എന്ന് ഇരിക്കട്ടെ. ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ ടാൻ തീറ്റ എടുക്കാം. ആദ്യം ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കുക. ഈ ചെറിയ ട്രയാങ്കിൾ ഇതിന് ടാൻ തീറ്റ എടുത്താൽ വലിയ ട്രയാങ്കിൾ ഈ ചെറിയ ട്രയാങ്കിൾ. ഈ ഇക്വേഷൻ അനുസരിച്ച് ഈ ചെറിയ ട്രയാങ്കിൾ ഇത്. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് എച്ച് ബൈ വൈ മൈനസ് എക്സ്. ഈ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റ എടുത്ത ക്യാപിറ്റൽ എച്ച് ബൈ വൈ, ഇത് രണ്ടും കൂടെ അപ്പോൾ ഇക്വേറ്റ് ചെയ്യാം. സോ എച്ച് ഇൻറ്റു capital H into y minus x equals small h into y. സിംപ്ലിഫൈയുമ്പോൾ hy minus hx equals hy, or വൈയുടെ ടേംസ് എല്ലായിടത്തും ഉണ്ട്. h minus h into y equals h into x, from which y equals hx by h minus h. ഇതിൽ ശ്രദ്ധിച്ചോളണം, ഈ വൈ ചേഞ്ച് ചെയ്യുന്നതാണ്. ഷാഡോയുടെ ടിപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ വൈ ഈസ് എ വേരിയബിൾ. എക്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ പൊസിഷൻ മാറുന്ന, അത് എക്സ് മാറുമ്പോൾ അയാളുടെ പൊസിഷൻ മാറും, അല്ല അയാളുടെ പൊസിഷൻ മാറുമ്പോൾ എക്സ് മാറും. അപ്പോൾ എക്സും വൈയും അടുത്ത വേരിയബിൾ. വൈ ഷാഡോയുടെ മൂവ്മെൻറ്റിനെ നിർണ്ണയിക്കുന്നു, എക്സ് അയാളുടെ മൂവ്മെൻറ്റിനെ നിശ്ചയിക്കുന്നു. ഇനി ഇതിൽ അങ്ങനെ അയാളുടെ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അയാൾ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് വി ആണെന്നിരിക്കട്ടെ. എങ്കിൽ ടി സെക്കൻഡുകളായിട്ട് കൊണ്ട് അയാളുടെ പൊസിഷൻ എത്ര? എക്സ് ഈക്വൽസ് ഡിസ്പ്ലേസ്മെൻറ്റ്, നീങ്ങിയ ദൂരം, എക്സ് ഈക്വൽസ് വി ഇൻറ്റു ടി. അത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വൈ ഈക്വൽസ് എച്ച് ബൈ എച്ച് മൈനസ് എച്ച് ഇൻറ്റു വി ടി. എങ്കിൽ ഇവിടെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൈ ബൈ ടി ഈക്വൽസ് എച്ച് ബൈ എച്ച് മൈനസ് എച്ച് ഇൻറ്റു വി എന്ന് വരും. വി കോൺസ്റ്റൻ്റ് അയാൾ നടക്കുന്ന അയാളുടെ വെലോസിറ്റിയാണ്. വൈ ബൈ ടി എന്ന് പറഞ്ഞാൽ ഷാഡോയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഷാഡോയുടെ വെലോസിറ്റി ആയത് വി ഷാഡോ ഈക്വൽസ് എച്ച് ബൈ എച്ച് മൈനസ് എച്ച് ഇൻറ്റു വി. ഇവിടെ വി എച്ചും സ്മോൾ എച്ചും ഒക്കെ കോൺസ്റ്റൻസാണ്. അയാൾ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അതിൻ്റെ അർത്ഥം ഷാഡോയുടെ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. മാത്രവുമല്ല എച്ച് ബൈ എച്ച് മൈനസ് എച്ച് ഇത് ഒന്നിനേക്കാൾ വലുതാണ്. ന്യൂമറേറ്റർ ചെറുതല്ലേ, അപ്പോൾ ഇത് ഒന്നിനേക്കാൾ വലിയ നമ്പർ കൊണ്ട് വി എ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ വിയേക്കാൾ വലുതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ അയാൾ നടക്കുന്ന അയാളുടെ നടപ്പിൻ്റെ വെലോസിറ്റിയേക്കാൾ കൂടിയ വെലോസിറ്റിയിലാണ് ഷാഡോ മൂവ് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഷാഡോയുടെ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റാണ്. We will see the other questions in the coming postings.
ഇതിപ്പോൾ എൻട്രൻസിനുമൊക്കെ ശ്രദ്ധിക്കേണ്ട ടൈപ്പുകളാണ് ഞാൻ തരുന്നു എന്ന് മാത്രം. ഇപ്പോൾ കൂടുതൽ ഇനിയും വരും. താങ്ക് യു.